ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഓണം എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ക്ലാസ് 8ൻ്റെ ബേസിക് സയൻസ്, അതിൽ ഫിസിക്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എഴുതിയ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് കേട്ടോ. നമ്മൾ ഫിസിക്സ് വേറെ, കെമിസ്ട്രി വേറെ, ബയോളജി വേറെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് മാറും. ഓരോന്നിൻ്റെ ആൻസർ പറയുമ്പോഴത്തേക്കും കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വേറെ വേറെ ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്തിരിക്കുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് അധികം വായിക്കുന്നതായിരിക്കില്ല, ചിലത് മാത്രമേ വായിക്കുള്ളൂ. ആൻസർ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ആൻസർ കീയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഈ ആൻസർ കീയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെങ്കിൽ, പെട്ടെന്ന് ചെയ്യുന്നതാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോന് താഴെ തന്നെ അതിൽ കറക്ഷൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കമൻറ്റ്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചിലതിലൊക്കെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്ന് 3 സെക്ഷനാണ് ആദ്യത്തെ സെക്ഷനിലുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ആൻസർ ചെയ്യാം. ഐഡൻറ്റിഫൈ ദ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് വെച്ചിട്ട് നമ്മളിതിൽ ഏതാണ് മെഷർ ചെയ്യുക? ഡ്യൂറേഷൻ ടു കംപ്ലീറ്റ് എ റേസ്. ഇതാണ് ആൻസർ കേട്ടോ, ഓപ്ഷൻ സി. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ബി ആണ് ശരി കേട്ടോ. ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അടുത്തത് സെക്ഷൻ ബിയിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ലീസ്റ്റ് കൗണ്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. ഒബ്സർവ് ദ ഫിഗർ. എ ക്വസ്റ്റ്യൻ, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ കോമൺലി യൂസ്ഡ് സ്കെയിൽ ഈസ് 0.1 സെൻറ്റിമീറ്റർ. വാട്ട് ഡസ് ദിസ് മീൻ? ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ മെഷറിംഗ് ജാർ ഷോൺ ഇൻ ദ ഫിഗർ എന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. തേർഡിൻ്റെ ആൻസർ എന്ന് പറയുന്നത് a least count of 0.1 centimeter for a commonly used scale means that the smallest measurement that can be accurately made with that scale is 0.1 centimeter. It represents the precision of the measuring instrument. 3B ആണെങ്കിൽ least count of the measuring jar ആണ്. അത് 1 ml ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ക്ലാസിഫൈ ചെയ്യാനാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഇതിൽ 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്, ലെങ്ത്തും അതുപോലെ മാസും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഏരിയയും വോളിയം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ആൻസർ കാണിച്ചു തരാം. കണ്ടല്ലോ, ലെങ്ത് ആൻഡ് മാസ് ആണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഏരിയ ആൻഡ് വോളിയം ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. ആദ്യത്തെ എയും ബിയും. എയുടെ ആൻസർ എന്താണ്? എയുടെ ആൻസർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. ബിയുടെ ആൻസർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ്. അതെങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ഹാറ്റ് ഓൺ ദ ഹെഡ് റിലേറ്റഡ് ടു ദ റണ്ണിങ് ചൈൽഡ് ആണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ദെൻ ദ ഹാറ്റ് ഓൺ ദ ഹെഡ് റണ്ണിങ് ചൈൽഡ് ടു ദ ഗ്രൗണ്ട് ആണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ആറാമത്തതിൻ്റെ ആൻസർ വരുന്നത് നമുക്കിവിടെ ഇൻകറക്റ്റ് വൺസും കറക്റ്റ് വൺസും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡെൻസിറ്റി ഓഫ് കെറോസിൻ അത് ഇൻകറക്റ്റ് ആണ്. ലെങ്ത് ഓഫ് പെന്ന് ഇത് ഇൻകറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റായത് കാണിച്ചു തരാം. ലെങ്ത് നമ്മൾ മീറ്ററിലാണ് പറയുക, പക്ഷെ സെൻറ്റിമീറ്ററും ആൻസറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റാണ്. ലെങ്ത്തിൻ്റെ മീറ്ററിൻ്റെ നമ്മൾ ചെറിയ യൂണിറ്റ് ആയിട്ട് സെൻറ്റിമീറ്റർ പറയണതുകൊണ്ട് ഇത് കറക്റ്റാണ്. ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഒബ്ജക്റ്റ് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ 20 ഈ ന്യൂട്ടൺ ക്യാപിറ്റൽ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഇത് തെറ്റാണ്. ഇത് ശരിയാണ്. മാസ് ഓഫ് ഷുഗറും ശരിയാണ് കേട്ടോ. അതിൻ്റെ ആൻസർ ഇത് എങ്ങനെയാണ് വരിക? ഡെൻസിറ്റി ഓഫ് കെറോസിൻ്റെ കറക്റ്റ് ആൻസർ കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ് വരിക. പിന്നെ അതുപോലെ തന്നെ ന്യൂട്ടൺ ഈ ക്യാപിറ്റൽ എന്ന് കൊടുക്കണം. ആ 2 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് 7th ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യനും ഉണ്ട്. 7A, ദ മോഷൻ ഓഫ് എ മാംഗോ falling from a tree and a cricket ball hit by a bat both require force. Explain what type of forces are applied in these 2 situations. ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് 2 സിറ്റുവേഷനിൽ നിന്നുണ്ട്. അടുത്തത് നമുക്ക് സ്ലൈഡിങ്ങുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 7A ആൻഡ് 7B ആണ് നമ്മൾ നോക്കാൻ പോണത്. ക്വസ്റ്റ്യൻ 7A ആൻഡ് 7B. ആൻസർ നോക്കിക്കോളൂ. 7A എന്ന് പറയുന്നത് മാംഗോ ഫോളിങ് ഫ്രം എ ട്രീ, ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ബൈ എ ബാറ്റ്, ഇത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇത്രയും ഇവിടുന്ന് മതി കേട്ടോ. ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് മാത്രം. ഈ കൂടുതലായിട്ടുള്ള നിങ്ങൾ എഴുതരുത്. മാംഗോ ഫോളിങ് ഫ്രം എ ട്രീ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ബൈ എ ബാറ്റ് കോണ്ടാക്ട് ഫോഴ്സും. അടുത്തത് നമുക്ക് ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷൻ സ്ലൈഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
When sliding a heavy box on a rough surface, you need to apply larger force to overcome static friction and then the kinetic friction between the box and the rough surface. When moving the same box on a trolley with tires, the rolling motion of the tire significantly reduces the friction, converting friction into rolling friction, which is much smaller. Therefore, a smaller quantity of force is needed to move the box on a trolley with tires. അപ്പോൾ ഇവിടെ റോളിംഗ് ഫ്രിക്ഷൻ ആണോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണോ എന്നുള്ളതിൽ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഇത് മാക്സിമം നിങ്ങൾ ചെറുതാക്കി എഴുതാൻ നോക്കുക. ഞാനിത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്, കാരണം 2 മാർക്കിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ചെറുതാക്കാതിരിക്കുന്നത്. പിന്നെ 8A 8B എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എ ബസ് ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 225 meter in 15 seconds. എ കാർ ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 294 meter in 21 seconds. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ബോത്ത് വെഹിക്കിൾസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് വെഹിക്കിൾ ഹാസ് എ ഹയർ സ്പീഡ്. ഏത് വെഹിക്കിളിനാണ് സ്പീഡ് ഓഫ് ഹയർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 8Aയും 8Bയും. 8A നോക്കിക്കോളൂ. ഇതിൻ്റെ മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്പീഡ് ഓഫ് ബസ് കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം കാണാം, 15 meter/second കിട്ടും. സ്പീഡ് ഓഫ് കാർ കാണാം. ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്യണത് നിങ്ങൾ ചെയ്യണം കേട്ടോ. സ്പീഡ് ഓഫ് കാർ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുക. അപ്പം നമുക്ക് 14 meter/second. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൽ ഏതായിരിക്കും സ്പീഡ് കൂടുതൽ. 15 meter/second അല്ലേ സ്പീഡ് കൂടുതൽ. ബസ്സിനാണ് സ്പീഡ് കൂടുതൽ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. പക്ഷെ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന രണ്ടും നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 8B ഉണ്ടല്ലേ. 8Bയിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. എ ചൈൽഡ് ലുക്ക് 9 seconds ടു റീച്ച് C ഫ്രം A via B. എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ, സി ആണ് ഇവിടുന്ന് വരുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് വരണം, അതിന് 9 seconds എടുത്തു. അപ്പോൾ കുട്ടിയുടെ സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ചൈൽഡിൻ്റെ സ്പീഡ് 0.78 meter/second ആണ്. Find out the time by the child to reach back C starting from C with double speed. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 3.21 seconds ആണ് കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ നമുക്ക് 3 questions വരുന്നുണ്ട്. A car's odometer showed 8,000 km and the speedometer showed 40 km/h. What is the total distance the vehicle has travelled so far ആണ് ചോദിച്ചിരിക്കുന്നത്. Convert the distance to SI unit ചോദിച്ചിട്ടുണ്ട്. Write any 2 rules which have to be obeyed by the pedestrians to avoid road accidents നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓഡോമീറ്റർ ആണ് ശരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് ഡയറക്റ്റ്ലി നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ദ ഓഡോമീറ്റർ ഡയറക്റ്റ്ലി ഇൻഡിക്കേറ്റ്സ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വെഹിക്കിൾ. ദെർഫോർ ദ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര തന്നെ ആയിരിക്കും? 8,000 km തന്നെയാണ് ആൻസർ വരിക. ഇനി നമുക്ക് ഈ ഡിസ്റ്റൻസ് 8,000 km SI യൂണിറ്റ് വരുന്ന പോലെ നമ്മൾ ഡിസ്റ്റൻസിൻ്റെ മീറ്റർ അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് ഡിസ്റ്റൻസ് ഓഫ് SI യൂണിറ്റ് 8,000 നമ്മൾ കൺവേർട്ട് ചെയ്ത് 8 × 10⁶ meter എന്നായിട്ട് കൺവേർട്ട് ആവും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അടുത്തത് നമ്മൾ കാൽനട യാത്രക്കാരെ, നടന്നു പോകുന്നവർ റോഡിൽ ഒബേ ചെയ്യേണ്ട റൂൾസ്, റോഡ് ആക്സിഡൻറ്റ്സ് ഒഴിവാക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസ് ഡെസിഗ്നേറ്റഡ് പെഡസ്ട്രിയൻ ക്രോസിംഗ്. നമുക്ക് സീബ്ര ക്രോസിംഗ് അറിയാലോ, അത് ഉപയോഗിച്ച് ക്രോസ് ചെയ്യുക. ലുക്ക് ബോത്ത് വേസ് ബിഫോർ ക്രോസിംഗ്. 2 വശങ്ങളും നോക്കിയിട്ട് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. വോക്ക് ഓൺ ദ സൈഡ് വാക്ക്. എപ്പോഴും സൈഡിലൂടെ ഫുട്പാത്തിലൂടെ നടക്കാൻ ശ്രമിക്കുക. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഞാൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. നെക്സ്റ്റ് 10 ആണ്. 10AB. 10A ഡെൻസിറ്റി ഓഫ് എൻ ഇറഗുലർലി ഷേപ്ഡ് സ്റ്റോൺ ഇസ് ഗിവൺ. ഡിസ്ക്രൈബ് എ പ്രൊസീജിയർ ടു ഫൈൻഡ് ദ മാസ് ഓഫ് ദ സ്റ്റോൺ യൂസിങ് എ മെഷറിംഗ് ജാർ, വാട്ടർ ആൻഡ് ത്രെഡ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഷേപ്പ് ഇല്ലാത്ത ഒരു കല്ലാണ്, ഡെൻസിറ്റി ആണ്. നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മാസ് കണ്ടുപിടിക്കണം. മാസ് കാണാനുള്ള ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് സ്റ്റോൺ ചെയ്താലേ നമുക്ക് മാസ് കിട്ടുള്ളൂ. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് ഫോർമുല. നമുക്കിവിടെ പ്രൊസീജിയർ ചെറുതായിട്ടൊന്ന് എഴുതാം. പ്രൊസീജിയർ ടു ഫൈൻഡ് ദ മാസ് ഓഫ് ദ സ്റ്റോൺ ഇസ് ടു ഫസ്റ്റ് മെഷർ ഇറ്റ്സ് വോളിയം യൂസിങ് ദ വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. വെള്ളത്തിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ യൂസ് ചെയ്യാമല്ലോ. അതിൻ്റെ എന്ത് കാണാം? വോളിയം കാണാം വിത്ത് എ മെഷറിംഗ് ജാർ ആൻഡ് എ ത്രെഡ്. ആൻഡ് ദെൻ മൾട്ടിപ്ലൈ ദിസ് വോളിയം ബൈ ദ ഗിവൺ ഡെൻസിറ്റി ഓഫ് ദ സ്റ്റോൺ ടു കാൽക്കുലേറ്റ് ഇറ്റ്സ് മാസ് യൂസിങ് ദ ഫോർമുല മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇതന്നെയാണ് ഈ ഒരു ഫോർമുലയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത 10B യു ആർ ഗിവൺ എ സ്കെയിൽ ആൻഡ് 100 പേപ്പേഴ്സ് ഓഫ് ദ സെയിം സൈസ്. ഒരു സ്കെയിലും 100 പേപ്പറുകളും ഒരേ സൈസിലുള്ള തന്നിട്ടുണ്ട്. ഡിസ്ക്രൈബ് എ പ്രൊസീജിയർ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് 1 പേപ്പർ യൂസിങ് ദീസ്. ഒരു പേപ്പറിനെ കണ്ടുപിടിക്കണം.
വോളിയം. അപ്പോൾ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് വൺ പേപ്പർ ഫസ്റ്റ് മെഷർ ദ ടോട്ടൽ തിക്നെസ് ഓഫ് ദ 100 പേപ്പേഴ്സ് യൂസിങ് ദ സ്കെയിൽ ആൻഡ് ഡിവൈഡ് ഇറ്റ് ബൈ 100. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പേപ്പറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 100 എണ്ണത്തിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുക. എന്നിട്ട് കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യാം, ആ സ്കെയിൽ വെച്ചിട്ടാണ് തിക്നെസ് കാണുക. എന്നിട്ട് അതിന് 100 വെച്ചിട്ട് തന്നെ ഡിവൈഡും ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് സിംഗിൾ പേപ്പറിൻ്റെ കിട്ടും. ദെൻ മെഷർ ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് വൺ പേപ്പർ. എന്നിട്ട് ആ ഒരു പേപ്പറിൻ്റെ നീളവും വീതിയും, ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ വിഡ്ത്തും മെഷർ ചെയ്യുക. ഫൈനലി എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് വോളിയം. ലെങ്ത്തും വിഡ്ത്തും കിട്ടിയാൽ നമുക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. ലെങ്ത്ത്, വിഡ്ത്ത്, തിക്നെസ്സും ഉണ്ടെങ്കിൽ നമുക്ക് വോളിയം ചെയ്യാം കേട്ടോ. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് നിങ്ങളുടെ അടുത്ത് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ആൻസർ എന്ന് പറഞ്ഞിട്ടല്ല, പ്രൊസീജിയർ എഴുതാൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൻസേഴ്സ് വരിക. ഇനി നമ്മൾ അടുത്തത് കെമിസ്ട്രിയും ബയോളജിയും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.